യുവനടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെ ഫോർട്ട് കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പീഡനം നടന്നതായി പറയുന്ന കാരവനിലും തെളിവെടുപ്പ് നടത്തി. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് രഞ്ജിത്തിന്റെ മറുപടി. രഞ്ജിത്തിനെ തിങ്കളാഴ്ച വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് വൈകുന്നേരം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയേക്കും. മുഹമ്മദ് റഫീഖ് വിശദാംശങ്ങളുമായി. റഫീഖ്, എങ്ങനെയായിരുന്നു തെളിവെടുപ്പ്? ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാണ്? യുവനടിയെ പീഡിപ്പിച്ച കേസിൽ ഇന്ന് രണ്ടിടത്താണ് രഞ്ജിത്തിനെ കൊണ്ടുപോയത്. ഒന്ന്, സംഭവം നടന്നതായി പറയപ്പെടുന്ന സിനിമ ലൊക്കേഷൻ ആയ ഫോർട്ട് വെച്ച് ആസ്പിൻ മാളിൽ കൊണ്ടുപോയാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അവിടെ തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷം AR ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. എറണാകുളം AR ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. അവിടെയാണ് ഈ ലൈംഗിക പീഡനം നടന്നതായി പറയപ്പെടുന്ന കാരവൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിച്ചിരുന്ന ഈ കാരവനിലെത്തിച്ച് തെളിവെടുത്തു. ഈ തെളിവെടുത്തതിന് ശേഷം എറണാകുളം വനിതാ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ മജിസ്ട്രേറ്റിന് വീട്ടിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. തിങ്കളാഴ്ച വരെയും പോലീസ് കസ്റ്റഡിയിലുണ്ടെങ്കിലും ഇന്ന് തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കൈമാറാനാണ് പോലീസിന്റെ നീക്കം. രഞ്ജിത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്കകളാണ് ഇത്തരത്തിൽ എത്രയും വേഗം തന്നെ സംവിധായകനെ ജുഡീഷ്യൽ കസ്റ്റഡിക്ക് കൈമാറാൻ ശ്രമിക്കാൻ കാരണം. കരൾമാറ്റ ശസ്ത്രക്രിയ അടക്കമുള്ള വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അധികം സമയം കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. അതുപോലെ തന്നെ സംവിധായകനെതിരെ ആവശ്യമായ തെളിവുകൾ ശേഖരിച്ചതായി പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ശരി, മുഹമ്മദ് റഫീഖാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.